സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് മോഹൻജിയാണ്. ഇന്ന് എനിക്ക് ലഭിച്ച രസകരമായ ഒരു ചോദ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തെക്കുറിച്ചോ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. ഒരു യുവതി എനിക്ക് എഴുതി, മോഹൻജി, ഞാൻ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. എല്ലാവർക്കും 24 മണിക്കൂറാണ് ഉള്ളത്, എന്നാൽ നിങ്ങൾക്ക് 48 മണിക്കൂർ ഉള്ളതുപോലെ തോന്നുന്നു. ഇത് എങ്ങനെ സാധ്യമാണ്? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ശരി, ഇന്ന് ഞാൻ സംസാരിക്കേണ്ട വിഷയം ഇതാണ്. എനിക്കും നിങ്ങളെപ്പോലെ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. എന്നാൽ എങ്ങനെ നമുക്ക് 24 മണിക്കൂറിനെ 48 മണിക്കൂറാക്കാം, അതായത് സമയം ഇരട്ടിയാക്കാം? അത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒന്നാമതായി വ്യക്തമായ ലക്ഷ്യം, രണ്ടാമതായി ആശയക്കുഴപ്പമില്ലായ്മ, അതായത് വ്യക്തത, മൂന്നാമതായി നിശ്ചിത സമയപരിധിക്കുള്ളിലുള്ള നിശ്ചിത പ്രവർത്തനം, അതായത് ഈ സമയത്തിനുള്ളിൽ ഞാൻ ഇത് പൂർത്തിയാക്കും. അതുകൊണ്ട് ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, വളരെ ലളിതമാണ്. നമുക്കൊരു ദിവസമുണ്ട്, മുഴുവൻ ദിവസവുമുണ്ട്. 24 മണിക്കൂറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏർലി ബേർഡ്സ് ക്ലബ് വഴി അതിരാവിലെ എഴുന്നേൽക്കുന്നു. പിന്നെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്നാൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക ഇന്നലെ തന്നെ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ അത് എങ്ങനെയുണ്ടാകും? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ EBC ജോലികൾ ചെയ്യുന്നു, തുടർന്ന് നിങ്ങളുടെ ഡയറിയോ പുസ്തകമോ തുറന്നു നോക്കി പറയുന്നു, ശരി, ഇതാണ് ഇന്ന് ഞാൻ പൂർത്തിയാക്കേണ്ടത്. ഏത് സമയത്തിനുള്ളിൽ? അപ്പോൾ നമുക്ക് ആ ദിവസത്തെക്കുറിച്ച് വ്യക്തത ഉണ്ട്. നമുക്കൊരു രീതിയുണ്ട്, അതായത് എന്തു ചെയ്യണമെന്ന് നമുക്കറിയാം. ഈ പ്രത്യേക കാര്യത്തിനായി ഞാൻ ഈ വ്യക്തിയെ ബന്ധപ്പെടണം എന്നിങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ ചേർക്കാം. അതിനാൽ അല്പം മുൻകൂട്ടിയുള്ള ആസൂത്രണം വഴി നമുക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പകൽ സമയത്ത് മടി കാണിക്കുന്ന പലരും കാര്യങ്ങൾ ശരിയായി ആസൂത്രണം ചെയ്യാത്തവരാണ്, അല്ലാതെ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. ഞാൻ അത് നിരീക്ഷിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരേ സമയമാണ് ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരേ ശക്തിയും പ്രാപ്തിയുമുണ്ട്. പക്ഷേ വ്യക്തത വ്യത്യസ്തമാണ്. വിജയികളായ ആളുകളിൽ വലിയ വ്യക്തത ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിഷയം അവരുടെ മുന്നിൽ വരുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ നീളവും വീതിയും ഉയരവും എല്ലാ പ്രധാന വശങ്ങളും അവർ ഉടൻ തന്നെ മനസ്സിലാക്കുന്നു. അത് അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇതൊരു പരിശീലനമാണ്. അതിനായി നിങ്ങൾ സ്വയം പരിശീലിപ്പിക്കണം. അതിന് നിങ്ങൾ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ വളർത്തിയെടുക്കണം. വ്യക്തത ആശയക്കുഴപ്പങ്ങളെ ഇല്ലാതാക്കുന്നു. നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്? കാരണം നമ്മൾ നമ്മുടെ ദിവസം ആസൂത്രണം ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചേക്കാം, ഓ, നാളെ ഞാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല എന്ന്. എങ്കിൽ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങൂ. നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഈ ലോകത്ത് ഒരു മാറ്റം വരുത്താൻ തീരുമാനിക്കൂ. ഉദാഹരണത്തിന്, പാവപ്പെട്ടവരെ സഹായിക്കുകയോ ആളുകൾക്ക് നല്ലത് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പഠിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ലോകത്തുള്ള മോഹൻജി പ്ലാറ്റ്ഫോം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ധാരാളം ആളുകൾക്ക് അതിലൂടെ സംതൃപ്തി ലഭിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാനും അവർക്ക് വഴികാട്ടാനും അവർക്ക് ശരിയായ ഒരു ഘടനയും ലക്ഷ്യവും നൽകാനും സാധിക്കുന്നു. ഇതെല്ലാം സാധ്യമാണ്. ഇത് കണ്ണു തുറന്ന് കാണുകയും സാക്ഷിയാവുകയും അംഗീകരിക്കുകയും അതിൽ ലയിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇതെല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാണ്. EBCക്ക് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ ആഴത്തിൽ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും സമയം ഉറങ്ങിക്കളയുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നു. ഒരു കാപ്പിയിലൂടെയോ പത്രത്തിലൂടെയോ നമ്മളെ തന്നെ വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ വലിച്ചിഴയ്ക്കുന്നത് പോലെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചിഴയ്ക്കുകയാണ്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ വലിച്ചിഴക്കേണ്ടതില്ല. നമ്മൾ അത്ഭുതകരമായ വ്യക്തിത്വങ്ങളാണ്. നമ്മൾ അതുല്യരാണ്. ഭൂമിയിൽ നമുക്ക് വലിയ ശക്തിയുണ്ട്. ഭൂമിയിൽ നമുക്ക് ധാരാളം സാധ്യതകളുണ്ട്. നമ്മളത് പര്യവേക്ഷണം ചെയ്യണം. നമുക്കെല്ലാവർക്കും ഒരേ പ്രാപ്തിയാണുള്ളതെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അധിക സമയമില്ല, നിങ്ങൾക്കും അധിക സമയമില്ല. നമുക്കെല്ലാവർക്കും ഒരേ സമയമാണ് ഉള്ളത്.
പക്ഷേ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് മാറ്റമുണ്ടാക്കുന്നത്. നമ്മൾ സമയം പാഴാക്കുകയാണോ? നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? സത്യത്തിൽ എനിക്ക് ബോറടിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല. കാരണം എനിക്കത് അനുഭവപ്പെടാറില്ല. ഞാൻ വളരെ സജീവമാണ്. കാരണം വാസ്തവത്തിൽ ഇതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അറിയാമല്ലോ, ഞാൻ സന്തോഷവാനായിരിക്കാൻ തിരഞ്ഞെടുത്തു. നമുക്ക് സന്തോഷവാനായിരിക്കാൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ മടുപ്പ് തോന്നില്ല. നിങ്ങളുടെ ഒഴിവു സമയത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ സമയത്തെയോ സ്ഥലത്തെയോ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ സങ്കടകരമായ അവസ്ഥയാണ്. എന്നാൽ സമയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥയിൽ ഇരിക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സമയവും നന്നായി ഉപയോഗിക്കുക. ഒരിക്കലും തളരരുത്. ഈ ചിന്തയോടെ ഞാൻ നിങ്ങളെ വിടുന്നു. ഇത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തയായിരിക്കട്ടെ. ദയവായി ഇത് ഉൾക്കൊള്ളുക. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ നിങ്ങളുടെ പാത്രത്തിൽ വിളമ്പിയ ചിന്താ വിഷയമാണ് ഇത്. ഇനി നമുക്ക് അടുത്ത തവണ കാണാം. പക്ഷേ ഈ ചിന്ത നന്നായി ദഹിക്കട്ടെ. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചിന്തയുമാകാം. നിങ്ങൾ നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഇന്ന് രാത്രി തന്നെ എഴുതാൻ ശ്രമിക്കണം. നിങ്ങൾക്കൊരു നാളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നിങ്ങളെ നയിക്കും. ആ പ്ലാൻ ഒരു ചെറിയ പ്ലാൻ ആകരുത്. എ നടന്നില്ലെങ്കിൽ അത് ബി ആയിരിക്കണം. ബി നടന്നില്ലെങ്കിൽ അത് സി ആയിരിക്കണം. അങ്ങനെ പകരം സംവിധാനങ്ങളും സമയപരിധികളും ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാം ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്യണം. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാം എന്ന രീതിയിലല്ല. നിങ്ങൾ എല്ലാം ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്യണം. ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഊർജവും ശക്തിയും അനുഭവപ്പെടും. ആ സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല. നിങ്ങൾ അത് മറ്റൊരു സമയപരിധിയിലേക്ക് മാറ്റുക. പക്ഷേ ലക്ഷ്യം വ്യക്തമായി നിലനിർത്തുക. ഈ സമയപരിധിക്കുള്ളിൽ ഞാൻ ഇത് നേടും. നിങ്ങൾക്ക് ആ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ പ്രകൃതി മുഴുവൻ നിങ്ങളെ പിന്തുണയ്ക്കും. പ്രകൃതി മുഴുവൻ നിങ്ങളെ നയിക്കും. പ്രകൃതി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ലോകം നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രപഞ്ചം അത് നിങ്ങൾക്കായി പൂർത്തിയാക്കി തരും. നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹം. ഇത് മോഹൻജിയാണ്.